കേരളത്തിലെ ചില മണ്ഡലങ്ങളിൽ ബി.ജെ.പി. സ്വാധീനം ഉറപ്പിക്കുന്നതായി CPM കേന്ദ്ര കമ്മിറ്റിയിൽ വെച്ച റിപ്പോർട്ടിൽ മുന്നറിയിപ്പ്. ചില മണ്ഡലങ്ങളിലെ ത്രികോണ മത്സര സാധ്യത ഇതിന്റെ സൂചനയാണെന്നും റിപ്പോർട്ടിലുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ സഖ്യം സംസ്ഥാനങ്ങളിലെ രാഷ്ട്രീയ സാഹചര്യം പരിഗണിച്ചാകണമെന്നും കേന്ദ്ര കമ്മിറ്റിയിൽ ആവശ്യമുയർന്നു. ശ്രീജിത്ത് ചേരുന്ന വിവരങ്ങളുമായി. ശ്രീജിത്ത്, കേന്ദ്ര കമ്മിറ്റി യോഗത്തിൽ ഉയർന്ന പ്രധാന ചർച്ചകൾ എന്തൊക്കെയാണ്, പ്രത്യേകിച്ച് ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട്? വിനിത, ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് CPM കേന്ദ്ര കമ്മിറ്റിയിലെ ചർച്ചകൾ ഇന്ന് വൈകുന്നേരത്തോടെയാണ് സമാപിച്ചിരിക്കുന്നത്. നാളെയാണ് സീതാറാം യെച്ചൂരി ജനറൽ സെക്രട്ടറി ചർച്ചയ്ക്ക് മറുപടി പറയുന്നത്. ചർച്ചയിൽ ഉയർന്ന പ്രധാനപ്പെട്ട കാര്യം ഓരോ സംസ്ഥാനങ്ങളിലെയും രാഷ്ട്രീയ സാഹചര്യം നോക്കി അവിടുത്തെ പ്രാദേശിക മതേതര ശക്തികളുമായി ഏറ്റവും നല്ല ശക്തിയുമായി സഖ്യത്തിൽ ഏർപ്പെടണമെന്ന അഭിപ്രായമാണ് ഉയർന്നത്. ഇത് നേരത്തെ കണ്ണൂർ പാർട്ടി കോൺഗ്രസ് അംഗീകരിച്ച രാഷ്ട്രീയ നിലപാടിന് തത്തുല്യമായ നിലപാട് തന്നെയാണ്. ഇതിൽ മാറ്റം വരുത്തേണ്ട സാഹചര്യമില്ല എന്നാണ് പൊതുവിൽ ഉയർന്ന അഭിപ്രായം. എന്തായാലും ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഇതേ സഖ്യവുമായി ഈ തരത്തിലുള്ള ഒരു രാഷ്ട്രീയ അടവ് നയവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം. എന്നാൽ കേരളത്തിലെ ചില മണ്ഡലങ്ങളിൽ BJP വലിയ സ്വാധീനം ഉറപ്പിച്ച് വരുന്നു എന്നതിന്റെ മുന്നറിയിപ്പും കേന്ദ്ര കമ്മിറ്റി യോഗത്തിലുണ്ടായി. ചില മണ്ഡലങ്ങളിൽ ത്രികോണ മത്സര സാധ്യത ഉയരുന്നതിന്റെ കാരണം ഇത്തരത്തിൽ BJP സ്വാധീനം ഉറപ്പിക്കുന്നതിന്റെ കൊണ്ടാണ് എന്നാണ് ചൂണ്ടിക്കാണിക്കപ്പെട്ടത്. എന്തായാലും ഇക്കാര്യത്തിൽ ജാഗ്രത പാലിക്കണമെന്നാണ് കേന്ദ്ര നേതൃത്വം സംസ്ഥാനം നൽകുന്ന മുന്നറിയിപ്പ്. ഇതോടൊപ്പം തന്നെ തമിഴ്നാട്ടിൽ DMK സഖ്യം തുടരുന്നതിൽ തടസ്സമില്ലാത്ത തരത്തിലുള്ള അഭിപ്രായങ്ങളും തമിഴ്നാട് ഘടകം മുന്നോട്ട് വെച്ചു. എന്നാൽ നേരത്തെ 2 സീറ്റുകൾ മത്സരിച്ചിരുന്നിടത്ത് ഇപ്പോൾ 1 കൂറയാൻ സാധ്യതയുണ്ട്. കമൽഹാസന്റെ പാർട്ടി DMK മുന്നണിയിലേക്ക് വന്നതിനെ തുടർന്ന് കോയമ്പത്തൂർ സീറ്റ് നഷ്ടമായേക്കുന്ന സൂചനയാണ് ഈ യോഗത്തിൽ നൽകിയിരിക്കുന്നത്. കേരളത്തിന്റെ ഡൽഹിയിലെ കേന്ദ്രവിരുദ്ധ സമരവും ചർച്ചയായി. ഡൽഹിയിലെ കേരളത്തിന്റെ സമരം ഏറ്റവും മാതൃകാപരമാണ് കേന്ദ്ര കമ്മിറ്റി വിലയിരുത്തിയത്. കേന്ദ്ര കമ്മിറ്റി സമരത്തിന് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചു. BJP വിരുദ്ധ സർക്കാരുകൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങൾക്ക് മാതൃകാപരമായ നടപടിക്ക് കൂടുതൽ പ്രചാരം നൽകണമെന്നും കേന്ദ്ര കമ്മിറ്റി അഭിപ്രായപ്പെട്ടു. ശരി, ശ്രീജിത്താണ് വിശദമായ വിവരങ്ങൾ നൽകി.